കോട്ടയം ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്ര മൈതാനിയിലെ അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾക്കെതിരെ പ്രതിഷേധം ശക്തമാക്കിയ ഹൈന്ദവ സംഘടനകൾ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഏകപക്ഷീയ നടപടിക്കെതിരെ ഏറ്റുമാനൂരിൽ ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിൽ ഏകദിന ഉപവാസ സമരം നടത്തി. ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ RV ബാബു ഉപവാസം ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്ര മൈതാനിയിലെ നിർമ്മാണം അനധികൃതമാണ്, അശാസ്ത്രീയമാണ്. ദേവഹിതം പരിശോധിക്കാതെയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ. ക്ഷേത്ര വികസനത്തിന് വേണ്ടിയുള്ള നിരവധി പദ്ധതികൾ പ്രാവർത്തികമാക്കാതെയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അനാവശ്യ നിർമ്മാണം നടത്തുന്നത്. നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ട പ്രദേശം പൂർവ്വസ്ഥിതിയിലാക്കണം. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഹൈന്ദവ സംഘടനകൾ ഏറ്റുമാനൂരിൽ ഏകദിന ഉപവാസം നടത്തിയത്. ഭക്തർക്ക് യാതൊരു പ്രയോജനവും ലഭിക്കാത്ത പ്രവർത്തനങ്ങൾ അഴിമതി ഉദ്ദേശത്തിൽ മാത്രമാണ് നടത്തുന്നതെന്നും ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ RV ബാബു പറഞ്ഞു. ഇവിടത്തെ നിർമ്മിതികളെ സംബന്ധിച്ച് വിശ്വാസികളെ വിശ്വാസത്തിലെടുക്കാതെ ദേവസ്വം ബോർഡിന്റെ ഏകപക്ഷീയമായ ചില തീരുമാനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. അത് യഥാർത്ഥത്തിൽ ക്ഷേത്രത്തിന്റെ താൽപര്യത്തിനോ ക്ഷേത്രത്തിന്റെ വികസനത്തിനോ വേണ്ടി നടത്തുന്ന ഒരു നടപടിയല്ല, മറിച്ച് അത് അഴിമതി നടത്താൻ വേണ്ടിയുള്ള ഒരു സൗകര്യം ഒരുക്കാൻ വേണ്ടിയാണ്. കാരണം ഈ ഇത്തരം നിർമ്മിതികൾ ഭക്തജനങ്ങൾക്ക് ആവശ്യമുണ്ടോ ക്ഷേത്രങ്ങൾക്ക് ആവശ്യമുണ്ടോ എന്നുള്ളതല്ല, തങ്ങൾക്ക് അതിലൂടെ എന്തെങ്കിലും നേടാൻ കഴിയുമോ, പണമുണ്ടാക്കാൻ കഴിയുമോ എന്ന് നോക്കിയിട്ടാണ്. അപ്പൊ പണമുണ്ടാക്കാനുള്ള ഒരു അവസരമായിട്ടാണ് ഇത്തരം നിർമ്മിതികൾ ഉപയോഗിക്കുന്നത്. നിർമ്മാണ പ്രവർത്തനങ്ങളുടെ മറവിൽ അഴിമതിയാണ് ഉദ്ദേശമെന്ന് ഹൈന്ദവ സംഘടനാ പ്രതിനിധികൾ ആരോപിച്ചു. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്തെ അഴിമതിയാണ്. ഒന്ന്, ഈ ഒരു സ്ട്രക്ചർ 2000 സ്ക്വയർ ഫീറ്റ് 2085 സ്ക്വയർ ഫീറ്റ് സ്ട്രക്ചറിൽ പുറത്ത് ഒരു കോൺട്രാക്ടർക്ക് ഗവൺമെന്റ് കൊടുത്താൽ ഇതാകാവുന്ന തുക എന്ന് പറയുന്നത് ഒരു 10 ലക്ഷത്തിൽ താഴെ 12 ലക്ഷം രൂപ വരെയാണ്. ഈ ഇതിലൂടെ ഇപ്പോൾ ഗവൺമെന്റ് ദേവസ്വം ബോർഡ് വെച്ചിരിക്കുന്ന തുക എന്ന് പറയുന്നത് 39 ലക്ഷം രൂപയാണ്. അത് തന്നെ ഇതിനകത്തെ കൃത്യമായിട്ടുള്ള താല്പര്യം വെളിവാക്കുന്നതാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഏകപക്ഷീയ നടപടികൾക്കെതിരെ വരും ദിവസങ്ങളിലും പ്രതിഷേധം കടുപ്പിക്കാനാണ് ഹൈന്ദവ സംഘടനകളുടെ തീരുമാനം. ജനം, കോട്ടയം.